നൈപുണി, അതേപോലെ അല്ലെങ്കിൽ ഹിയറിംഗ് സ്കിൽ അല്ലെങ്കിൽ ലിസണിങ് സ്കില്ല്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനപ്പെട്ട ലിസണിങ് ഓർ ഹിയറിംഗ് സ്കിൽസ് ഏതൊക്കെയാണെന്നും പ്രധാനപ്പെട്ട സ്പീക്കിംഗ് സ്കിൽസ് ഏതൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റീഡിംഗ് സ്കില്ലാണ്. ഏതാണ്? റീഡിംഗ് സ്കിൽ, വായനാ നൈപുണികൾ അല്ലെ. റീഡിംഗ് സ്കിൽ എന്നുള്ളതാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്, പറയാനായിട്ടുള്ളത്. അപ്പോ ഓർമ്മ ഉണ്ടല്ലോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാംഗ്വേജ് സ്കിൽസ് ഏതൊക്കെയാണ്, ഭാഷാ നൈപുണികൾ ഏതൊക്കെയാണ്? ഹിയറിംഗ് സ്കിൽ, റീഡിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, ഒരു സ്കില്ലും കൂടെ ഉണ്ട് ലാസ്റ്റ് മറന്നു. മറക്കാൻ പാടില്ല. സ്പീക്കിംഗ് സ്കിൽ. LSRW ഓർത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ മറക്കൂല. LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, അങ്ങനെ പഠിച്ചു വെക്കുക, അപ്പൊ മറക്കില്ല. ഓക്കെ, സ്കില്ല് പിന്നെ ചേർത്ത് വിട്ടാ പോരെ. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അവസാനം എഴുതുന്ന സമയത്തല്ലേ നമുക്ക് സ്കില്ല് ചേർക്കണ്ടു. ഓക്കെ, അപ്പൊ നമുക്കിനി റീഡിംഗ് സ്കില്ലാണ് നമുക്കിനി പറയാനുള്ളത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റീഡിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ചിലപ്പോൾ 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റീഡിംഗ് സ്കിൽ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലിസണിങ് സ്കിൽ, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൈറ്റിംഗ് സ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ആയിട്ട് അങ്ങനെ ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ ആ പോയിന്റ്സ് മാത്രമേ എഴുതി വെക്കാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ റീഡിംഗ് സ്കിൽസ് നോക്കാം. ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഉച്ചരിക്കുവാനുമുള്ള കഴിവ് ഉണ്ടാക്കുക. എന്താണ്? ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഉച്ചരിക്കാനുള്ള കഴിവ്. അക്ഷരങ്ങൾ തിരിച്ചറിയണം കുട്ടികൾ ആദ്യം അല്ലെ. കുട്ടികൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, വായന റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താ? അക്ഷരങ്ങൾ തിരിച്ചറിയാന്നുള്ള, ആൽഫബറ്റ്സ് തിരിച്ചറിയാന്നുള്ളതാണ് അല്ലെ. അക്ഷരമാല, മലയാളത്തിലാണെങ്കിൽ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും അല്ലെ, അനുനാസി, ഇതൊക്കെ നമ്മൾ പഠിക്കണം അല്ലെ. അത് കഴിഞ്ഞാലോ പിന്നെ എന്താ പറയാ, ചിഹ്നങ്ങൾ പഠിക്കണം. മലയാളത്തില് ചിഹ്നങ്ങൾ പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എഴുതാൻ പറ്റുക. സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള്, ചില്ലക്ഷരങ്ങള്, പിന്നെ ചിഹ്നങ്ങള്, ഇതൊക്കെ പഠിച്ചാലേ മലയാളം കൃത്യമായിട്ട് വായിക്കാനും എഴുതാനും പറ്റുള്ളൂ അല്ലെ. അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും. ABCD അല്ലെ, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നന്നായി അറിഞ്ഞാല് അല്ലെ, അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്, അതിപ്പോ മലയാളത്തില് ഇംഗ്ലീഷിൽ A എന്നുള്ള അക്ഷരത്തിന് മലയാളത്തിൽ ഏതാണ് ഉച്ചാരണം അല്ലെ, ഇംഗ്ലീഷിൽ B എന്നുള്ള അക്ഷരത്തിന് മലയാളത്തിൽ ഏതാണ് ഉച്ചാരണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ചില കുട്ടികൾക്ക് അത് വായിക്കാൻ അറിയാത്തതിന്റെ പ്രോബ്ലം അതാണ്, കുട്ടികൾ മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടാണ്. കുട്ടികൾ എന്തെങ്കിലും വൈകാട്ട് അക്ഷരമാല പഠിക്കുക, ABCDFG അത് പഠിച്ച് A to Z വരെ പഠിച്ചു. അതേപോലെ തന്നെ മലയാളത്തിലും പഠിച്ചു, പിന്നെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. പക്ഷെ മലയാളത്തിൽ ചിലപ്പോൾ ചില അക്ഷരങ്ങൾ മാത്രമേ കുഴപ്പമുണ്ടാവുള്ളൂ. ചില കുട്ടികൾക്ക് കണ്ടില്ലേ, സ്വരാക്ഷരങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഡൗട്ട് വന്ന്, മേഘം എന്നുള്ളതിന് ഏത് ഗായാ മിസ്സേ, ഗാനം എന്നുള്ളതിന് ഏത് ഗായാ മിസ്സേ അല്ലെ, കഥ എന്നുള്ളതിന് ഏത് അങ്ങനെയുള്ള ഇതാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ നോട്ട്സ് പറഞ്ഞു കൊടുക്കുക, ബോർഡിലൊന്നും എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ നോട്ട്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കും, ഇപ്പൊ മലയാളമൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ ടീച്ചേഴ്സിനോട് ചോദിക്കും, എന്താ ചോദിക്കുക, മിസ്സേ മേഘം എന്നുള്ള ഗായതാ, മിസ്സേ നഖം എന്നുള്ള ഗായതാ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. കുട്ടികൾക്ക് അത് ഡൗട്ടാണ് അല്ലെ, ഏത് ഗായാണ് വേണ്ടത്. നമുക്കറിയാം മേഘം എന്ന് പറയുമ്പോൾ ഏത് ഗായാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, പക്ഷെ കുട്ടികൾക്ക് അത് ഇപ്പോഴും ഡൗട്ടാ. അത് എന്തുകൊണ്ടാണ്? അതിന്റെ ആ ഒരു എന്താ പറയാ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ ചെറുപ്പത്തിൽ തന്നെ പഠിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ കുട്ടികൾക്ക് ആപ്പിൾ, ഇപ്പൊ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും വലിയൊരു വേർഡ് കൊടുത്തിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാൻ അറിയാത്തത് എന്തുകൊണ്ടാ? ആ ഇംഗ്ലീഷിലുള്ള വേർഡിന് മലയാളത്തിൽ എങ്ങനെയാണ് പറയാ? ഇപ്പൊ സി എന്നുള്ളതിന് നമ്മൾ ഉച്ചരിക്കുക, സി എന്നുള്ളതിന് കാ എന്നുള്ള ഉച്ചാരണം വരാറുണ്ട്. കാറ്റ് അല്ലെ, കാറ്റ് എന്നുള്ളതിന് നമ്മൾ ഫോണിറ്റിക്സ് അല്ലേ കൊടുക്കുന്നത്, ഫോണിറ്റിക്സ് കൊടുക്കും. അപ്പൊ ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മൾ സി എന്ന് എഴുതുമ്പോൾ അത് നമ്മൾ കാ എന്നുള്ള അക്ഷരത്തിലാണ് മലയാളത്തിൽ വായിക്കുന്നത്, കാറ്റ് അല്ലെ. അപ്പൊ അതിന് മലയാളത്തിലെ ഏത് അക്ഷരമാണ് വന്നത്? കാ എന്നുള്ളതാണ് അല്ലെ. എക്ക് ആ എന്നുള്ളതാണ്, ബിക്ക് ഭ എന്നുള്ളതാണ് അല്ലെ, പിക്ക് പ എന്നുള്ളതാണ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ മലയാളത്തിലെ എന്താ പറയാ, ചിഹ്നങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലോ, അദ്ദേഹം അദ്ദോഹാവും അല്ലെ, വേണം എന്നുള്ളത് വോണാവും അല്ലെ, പോണം എന്നുള്ളതിന് പേണാവും. അങ്ങനെയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ എഴുതാത്ത ചിഹ്നങ്ങൾ, എ എന്നുള്ള ചിഹ്നം, എ എന്നുള്ള ചിഹ്നം, ഊ എന്നുള്ള ചിഹ്നം, ഊ എന്നുള്ള ചിഹ്നം, ഋ എന്നുള്ള ചിഹ്നം അല്ലെ, എന്നുള്ള ചിഹ്നം, എന്നുള്ള ചിഹ്നം, ഇതൊന്നും കുട്ടികൾക്ക് അറിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഉച്ചരിക്കാനുള്ള കഴിവാണ് കുട്ടിക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാം, അത് ഉച്ചരിക്കാനുള്ള കഴിവ് ഉണ്ടാവുക. പിന്നെ പദങ്ങളും ചെറിയ വാക്യങ്ങളും ഉച്ചരിക്കാനുള്ള കഴിവുണ്ടാക്കുക അല്ലെ.
പദങ്ങൾ, ചെറിയ ചെറിയ പദങ്ങൾ, ചെറിയ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചെറിയ ചെറിയ പദങ്ങളല്ലേ ഉച്ചരിക്കുക, അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ഉച്ചരിക്കാനോ വായിക്കാനോ ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ പദങ്ങളും ചെറിയ വാക്യങ്ങളും കുഞ്ഞു കുഞ്ഞു സെന്റൻസ് അല്ലെ, ആ ചെറിയ വാക്യങ്ങളും ചെറിയ ചെറിയ സെന്റൻസുകളും ഉച്ചരിക്കാനുള്ള കഴിവാണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടത്. പിന്നെ വായിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. നമ്മൾ എങ്ങനെയാ വായിക്കുക? വലത്തുനിന്ന് ഇടത്തോട്ടാണോ? നിങ്ങൾ അറബി വായിക്കുക വലത്തുനിന്ന് ഇടത്തോട്ടാ അല്ലെ. പക്ഷെ നമ്മൾ സാധാരണ ലാംഗ്വേജ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ നമ്മൾ എങ്ങനെയാ വായിക്കുക? എങ്ങനെയാ? ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അറബി മാത്രമാണ്, അറബി അല്ലേ വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുക അല്ലെ? എനിക്ക് അറിയില്ല, അങ്ങനെയല്ലേ? അറബി വലത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിക്കുക. പക്ഷെ ബാക്കിയുള്ള നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് അറിയുന്ന ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം അല്ലെ, സംസ്കൃതം, അതൊക്കെ എങ്ങനെയാണ്? ഇടത്തു നിന്ന് വലത്തോട്ടാണ് വായിക്കുക അല്ലെ. ഈ ക്രമത്തിൽ ദൃഷ്ടി ചലിപ്പിക്കുന്നതിന് കഴിവുണ്ടാക്കുക. കുട്ടികൾ എന്ത് ചെയ്യണം? വായിക്കുമ്പോൾ എന്ത് ചെയ്യണം? ദൃഷ്ടി ചലിപ്പിക്കണം. ചില കുട്ടികൾ വായിക്കുന്നുണ്ടോ നിങ്ങള്? ക്ലാസ്സിലെ ടീച്ചർ ഇത് ഇങ്ങനെ പറഞ്ഞ് ചിലപ്പോ വഷളായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഒരു പോയം ചൊല്ലാൻ പറയും. അപ്പൊ കുട്ടീനോട് പറയാണ്, എന്താടാ ഈ വീട്ടിൽ ഇരുന്ന് പഠിക്കില്ലേ? അപ്പൊ അമ്മ പറയാണ്, പോയി ഇരുന്ന് പഠിക്കടാ, പോയി ഇരുന്ന് വായിക്കടാന്ന് പറയും. അപ്പൊ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ പോയം കുട്ടി വായിക്കുക. കുട്ടിയുടെ കണ്ണ് പുസ്തകത്തിൽ എവിടെയോ ആണ്, കുട്ടി ഇങ്ങനെ വായിക്കുന്നുണ്ട്. എങ്ങനെയാ? കുട്ടി ആ വരികളിലേക്കാണോ നോക്കുന്നത്? ആണോ? കുട്ടിയുടെ കണ്ണ് എവിടെയോ ആണ്, പക്ഷെ കുട്ടി വായിക്കുന്നുണ്ട്. എന്താ ബൈഹാട്ട് പഠിച്ചതാ? ടീച്ചർ പറഞ്ഞ് ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ച് അവസാനം കുട്ടിക്ക് അത് ബൈഹാട്ടായി. കുട്ടിക്ക് ആ സെന്റൻസ്, ആ ഒരു വരി കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് വായിക്കാൻ അറിയില്ല. പക്ഷെ കുട്ടി എന്ത് ചെയ്യാണ്? വെറുതെ ഇങ്ങനെ വായിക്കുക, എവിടേക്കോ നോക്കണത്. കുട്ടി വായിക്കാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുക എന്താ? കുട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ദൃഷ്ടി ചലിപ്പിക്കണം ഓരോ അക്ഷരങ്ങൾ. ഇപ്പൊ ഞാൻ ഭാഷണം, അപ്പൊ നമ്മൾക്കിപ്പോ അത് സിമ്പിളാ, ഭാഷണ നൈപുണി എന്ന് വായിക്കാൻ. പക്ഷെ ചെറിയൊരു കുട്ടീനോട് വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് ടഫാണിത്. അപ്പൊ കുട്ടി വായിക്കുകയാണ് ഭാഷണ നൈപുണി അല്ലെ. അപ്പൊ കുട്ടീന്റെ കണ്ണ് വേറെ എവിടെയോ ആണ്. കുട്ടി ഭാഷണ നൈപുണി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അത് വായിക്കാൻ അറിയില്ല. അപ്പൊ കുട്ടിയുടെ കണ്ണ് എന്ത് ചെയ്യണം? ഓരോ അക്ഷരത്തിന്റെ കൂടെയും ചലിക്കണം അല്ലെ. ചില കുട്ടികളോട് കഥ വായിക്കാൻ പറയുമ്പോൾ കുട്ടികളെ പാട്ട് രൂപത്തിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. എന്താ? അത് അവർക്ക് ബൈഹാർട്ടായിന് അല്ലെ. കുട്ടിക്ക് അത് വായിക്കാൻ അറിയില്ല, പക്ഷെ ആ കുട്ടിക്ക് കഥ അറിയാം അല്ലെ. കുട്ടീനോട് വായിക്കാൻ പറഞ്ഞാൽ ബബ അടിക്കും അല്ലെ. ഒരു കൃത്യമായിട്ട് ഒരു ഭാഗം വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ബബയാണ് അല്ലെ. വായിക്കാൻ കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ കുട്ടിക്ക് അത് കാണാതെ പറയാൻ അറിയാം. കുട്ടി അത് കേട്ട് 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 പഠിച്ചു. അതാണ് പറയുന്നത്. പിന്നെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം വായിച്ചിട്ട് അതിന്റെ അർത്ഥം, അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? അവസരം നൽകണം അല്ലെ. കുട്ടീനോട് ചോദിക്കണം നമ്മൾ, അത് വായിച്ചിട്ട് നിനക്ക് എന്ത് മനസ്സിലായി അല്ലെ. അപ്പൊ ഞാനൊക്കെ ഒരു പോയം എടുക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളോട് ആദ്യം വായിപ്പിക്കുക അല്ലെ. അപ്പൊ ആദ്യം വായിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയും, നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായ അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അർത്ഥം മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. ചിഹ്നങ്ങൾ മനസ്സിലാക്കി വായിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ചിഹ്നങ്ങൾ അല്ലെ. അദ്ദേഹം അദ്ദോഹാവും, പോണം പേണാവും അല്ലെ, വേറെ വോറയാവും അല്ലെ. നമ്മുടെ കൊച്ചങ്ങനെയാണ്. എന്റെ കൊച്ചങ്ങനെയാണ്. നമുക്ക് ബേസിക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താണ് എയും എ എന്നുള്ള സാധനവും അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടാത്തത് കൊണ്ട് എന്ത് വായിച്ചാലും ഇപ്പൊ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ അവൻ വേണമെന്നൊക്കെ എഴുതും. എന്തൊരു പാടാന്നറിയാം. മലയാളമാണ് ഏറ്റവും പാട്. ഇംഗ്ലീഷ് കുഴപ്പം. മലയാളം പഠിക്കാത്തോണ്ടാണ് ഈ പ്രശ്നം. മലയാളം ഈ ചിഹ്നങ്ങൾ പഠിക്കാത്തോണ്ടാണ് പ്രശ്നം. വല്ലാത്ത പാടാണ് മുമ്പോട്ട് പോകുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചിഹ്നങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മള് ചിഹ്നങ്ങളുള്ള ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അക്ഷരമാല ഉൾപ്പെടെ ചിഹ്നങ്ങളുള്ള ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ കുട്ടീനെ കൊണ്ട് എന്ത് ചെയ്യണം? അത് എഴുതിപ്പിക്കണം. അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ആദ്യം ഈ ചിഹ്നം ഇട്ട്, അപ്പൊ എന്നുള്ള ചിഹ്നം ഉണ്ടല്ലോ, എന്നുള്ള ചിഹ്നം ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ കൂടെ പേ വേ മേ ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. ഞാൻ അങ്ങനെയാ പഠിപ്പിക്കാറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നുള്ള ചിഹ്നമാണ്, വെറും എന്നുള്ള ചിഹ്നമാണെങ്കിൽ വേ തേ കെ. അപ്പൊ അതിനുള്ള ഉദാഹരണം നമ്മൾ അവിടെ കൊടുക്കണം. ഈ ചിഹ്നം ഇന്നതാണ് അല്ലെ. പിന്നെ അതേപോലെ തന്നെ പി, ഈ വള്ളി ഇടും നമ്മള്, വെറുതെ ഉള്ള വള്ളി അല്ലെ, മുറുക്കില്ലാത്ത വള്ളി, വെറുതെ ഉള്ള വള്ളി ഇട്ടിട്ട് അപ്പൊ പി വി ലി മീ അല്ലെ. അപ്പൊ ഇതാണ് വായിക്കുക. ഈ എന്നുള്ള ചിഹ്നാണെങ്കിലോ, വള്ളി നീറുകളുള്ള ചിഹ്നാണെങ്കിലോ അതില് അതേപോലെ തന്നെ പി മീ അങ്ങനെ എഴുതി കൊടുക്കണം. അങ്ങനെ പഠിപ്പിക്കണം. അങ്ങനെ ഒന്ന് പഠിപ്പിച്ചു നോക്കും നിങ്ങള്. അതാണ് ട്രിക്ക്. ഈ ചിഹ്നം പഠിപ്പിക്കാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത് അതാ. അങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടിക്ക് കിട്ടും. പറഞ്ഞില്ലേ അവന് ഇപ്പൊ അതിനാണ് ക്ലാസ് കൊടുക്കണത്. ഓൺലൈൻ ക്ലാസ്സിനുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പഠിപ്പിക്കുന്നത്. നമ്മളെ ചെയ്യിച്ചും പഠിക്കുന്നുണ്ട്,
അവരെ ചെയ്യിപ്പിക്കുന്നുമുണ്ട്, അല്ലാണ്ട് എഴുതിക്കുന്നുമുണ്ട്. ഇപ്പൊ അതുകൊണ്ട് അക്ഷരം തെളിഞ്ഞു ഏകദേശം. ആ അപ്പൊ അതേപോലെ പഠിപ്പിച്ചാൽ കിട്ടും. അപ്പൊ ചിഹ്നങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല, കുട്ടികൾക്ക് എഴുതാൻ അറിയില്ല, നമ്മൾ പറഞ്ഞ കാര്യം കുട്ടികൾക്ക് ബേസിക് കിട്ടാത്തതുകൊണ്ടാണ് ആ പ്രശ്നം. അല്ലാണ്ട് കുട്ടികൾക്ക് വായിക്കാനും പഠിക്കാനും അറിയേണ്ടല്ല. ഒരു കുട്ടി ഇത് ബൈഹാർട്ട് ഒരു കഥ മുഴുവനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അറിവുണ്ട്, കഴിവുണ്ട്. പക്ഷെ കുട്ടി എന്ത് ചെയ്യുന്നില്ല, തന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ശരിക്കും കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ലെ? അതാണ് ചിഹ്നങ്ങൾ മനസ്സിലാക്കി വായിക്കുക എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റീഡിങ് സ്കില്ലിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് റീഡിങ് സ്കിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ, ഇതൊക്കെയാണ് വായനാ നൈപുണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. 5 പോയിന്റ് ആണ് പ്രധാനമായിട്ടുള്ള. 1, 2, 3, 4, 5, 6 അല്ലേ കേട്ടോ. ഫസ്റ്റ് വായനാ നൈപുണികൾ വികസിക്കേണ്ട കഴിവുകൾ, അതൊരു ഹെഡിങ് ആണ്. അത് ഇതിൽ പോയിന്റ് ആയിട്ട് കൊടുത്തതാ ടെക്സ്റ്റില്. അപ്പൊ അതില്ല. ഫസ്റ്റത്തെ പോയിന്റ് അങ്ങനെ 5 പോയിന്റ് ആണ്. ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും അത് ഉച്ചരിക്കാനുള്ള കഴിവുണ്ടാവണം. പദങ്ങളും ചെറിയ വാക്യങ്ങളും ഉച്ചരിക്കാനുള്ള കഴിവ്. അതേപോലെ തന്നെ വായിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ഈ ക്രമത്തിൽ നമ്മുടെ കണ്ണുകൾ ചലിപ്പിക്കാനുള്ള കഴിവ്. അർത്ഥം മനസ്സിലാക്കി വായിക്കാനുള്ള കഴിവ്. പിന്നെ ചിഹ്നങ്ങൾ മനസ്സിലാക്കി വായിക്കാനുള്ള കഴിവ്. ഇത്രയാണ് ഇത് റീഡിങ് സ്കില്ല്. ക്ലിയർ? അപ്പൊ നമ്മൾ 3 സ്കില്ല് കഴിഞ്ഞു അല്ലെ? ഏതൊക്കെയാ? ലിസണിങ് സ്കില്ല് കഴിഞ്ഞു, റീഡിങ് സ്കില്ല് കഴിഞ്ഞു അല്ലെ? പിന്നെ ഏതാ കഴിഞ്ഞത്? സ്പീക്കിംഗ് സ്കില്ല് അല്ല, ഏതൊക്കെയാ ഇപ്പൊ കഴിഞ്ഞ? ഹിയറിംഗ് സ്കില്ല് കഴിഞ്ഞു. ഇനി ഒരു സ്കില്ലും കൂടി ഉള്ളൂ അല്ലെ? സ്പീക്കിംഗ് സ്കില്ല് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ലേഖന നൈപുണ്യം, റൈറ്റിംഗ് സ്കില്ലാണ്. റൈറ്റിംഗ് സ്കിൽ 4മത്തത് റൈറ്റിംഗ് സ്കിൽ. പ്രധാനപ്പെട്ട റൈറ്റിംഗ് സ്കിൽസ് ഏതൊക്കെയാ? ലേഖന നൈപുണിയിൽ വികസിക്കേണ്ട കഴിവുകൾ അല്ലെ? വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് റൈറ്റിംഗ് സ്കിൽസ് ഏതൊക്കെയാണ്? നോക്കിക്കേ, 6 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കണ്ണിന്റെയും കൈയുടെയും ഗതിയിലുള്ള ചേർച്ച എഴുതുമ്പോൾ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ നേരത്തെ വായിക്കുന്ന കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. എന്താ വായിക്കുമ്പോ പറഞ്ഞില്ലേ, കുട്ടി വായിക്കുന്നത് എവിടെയോ ആണ്, കുട്ടിയുടെ കണ്ണ് വേറെ എവിടെയോ ആണ്. അത് നമ്മൾ പറഞ്ഞില്ലേ, ദൃഷ്ടികൾ ചലിപ്പിക്കുന്നില്ല. കുട്ടി അത് ബൈഹാർട്ട് വെച്ച് എന്ത് ചെയ്യാ, ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി വായിക്കുകയാണ്. പക്ഷെ കുട്ടിക്ക് ഓരോ വേർഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ എങ്ങനെയാ വായിക്കണേന്ന് കുട്ടിക്ക് അറിയില്ല. ചിലത് മാത്രം അറിയാം, ചിലത് അറിയില്ല. അതേപോലെ തന്നെയാണ് എഴുത്തിന്റെ കാര്യത്തിലും. കണ്ണിന്റെയും കൈയുടെയും ഗതിയിലുള്ള ചേർച്ച എഴുതുമ്പോൾ ഉണ്ടാവുക. നമ്മളിപ്പോ ഒരു കാര്യം കുട്ടിക്ക് എഴുതാൻ കൊടുത്തു അല്ലെ? കുട്ടിക്ക് ബോർഡിൽ എഴുതി കൊടുത്ത്, കുട്ടികൾക്ക് ബോർഡിൽ എഴുതി കൊടുത്തപ്പോ കുട്ടി എന്ത് ചെയ്തു? ബോർഡിലേക്ക് നോക്കി എന്ത് ചെയ്തു? ഇന്ന സെന്റൻസ് വായിച്ചു അല്ലെ? അവൻ പഠിക്കുന്നു. അപ്പൊ കുട്ടി എങ്ങനെ നോക്കി എന്ത് ചെയ്യാണ്? അത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്തു? നോക്കി ബുക്കിലേക്ക് നോക്കി എന്ത് ചെയ്യാണ്? അവൻ പഠിക്കുന്നു. ചില കുട്ടികൾ എഴുതുന്നത് എങ്ങനെയാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണ് ബോർഡിലേക്ക് ഉണ്ടാവും, പെണ്ണ് പുസ്തകത്തിൽ വെച്ചിട്ട് ഇങ്ങനെ എഴുതും. കണ്ടിട്ട് ഇങ്ങനെ എഴുതുന്നു, കണ്ടിട്ടില്ലാവും. പക്ഷെ കുട്ടി എന്ത് ചെയ്തു? ഇങ്ങനെ എഴുതുന്നുണ്ടാവും. അങ്ങനെ അല്ലല്ലോ എഴുതുക. എഴുതുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ. അതെങ്ങനെ എഴുതുക? അവൻ പഠിക്കുന്നു. ഒരു സെന്റൻസ് വായിച്ചു, ചെയ്തു, അവൻ പഠിക്കുന്നു അല്ലെ? ഇപ്പൊ വെറുതെ എന്തൊക്കെയോ എഴുതുക. കണ്ണിന്റെയും കൈയുടെയും, കണ്ണും കൈയും ഒരേ ദിശയിലായിരിക്കണം, ഒരേ സ്ഥലത്തായിരിക്കണം. ഗതി ആ രണ്ട് കണ്ണിന്റെയും കൈയുടെയും ആ ഒരു ഗതി, ആ ഒരു ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, പോക്കെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ചേർച്ച ഉണ്ടായിരിക്കണം അല്ലെ? രണ്ടും കൂടി എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പൊ കണ്ണിന്റെയും കൈയുടെയും ചേർച്ച ഉണ്ടായാൽ മാത്രമേ അവിടെ നന്നായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ അല്ലെ? അതാണ് എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. പിന്നെ പേന, പെൻസില്, പുസ്തകം എന്നീ ലേഖനോപകരണങ്ങൾ അല്ലെ? എഴുതാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങള് ശരിയായ രീതിയിൽ പിടിച്ച് എഴുതുന്നതിന് നൈപുണ്യം ഉണ്ടാവുക. പെന്ന് പിടിക്കാൻ അറിയണം, പെൻസിൽ പിടിക്കാൻ അറിയണം, പുസ്തകം പിടിക്കാൻ അറിയണം. ചില കുട്ടികളൊക്കെ പെന്ന് പിടിക്കുന്നത് നമ്മൾ പിടിക്കുന്ന പോലെയല്ല. നമ്മൾ സാധാരണ പെന്ന് പിടിക്കുക എങ്ങനെയാ അല്ലെ? ഏതാണ്? തണ്ടവിരലും ചൂണ്ടുവിരലും ഈ വലിയ വിരലും. ഞാൻ ഇങ്ങനെയാ പിടിക്കുക, നിങ്ങളൊക്കെ എങ്ങനെയാ പിടിക്കുക? അങ്ങനെ തന്നെയല്ലേ? ഈ 3 വിരലല്ലേ പ്രധാനമായിട്ടും പിടിക്കുക. ചിലർ ഇങ്ങനെ പിടിച്ചെഴുതുന്ന കാണാം. എനിക്ക് അങ്ങനെ പിടിക്കാൻ അങ്ങനെ അറിയില്ല. ഞാൻ ഇങ്ങനെ ഈ 3 വിരലുകൊണ്ടാ പിടിക്കുക. എനിക്ക് നല്ല സ്പീഡ് കിട്ടും. ചിലർ എഴുതുന്നുണ്ടോ? നമ്മൾ പിടിക്കുന്ന പോലെയല്ല, ഇങ്ങനെയൊക്കെ പിടിച്ചെഴുതും, ഇങ്ങനെ പിടിച്ചെഴുതും. ചിലർ എന്റെ മോനൊക്കെ ഇങ്ങനെ എഴുതും, അത് അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല, എനിക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ അല്ലെ? നമുക്ക് സ്പീഡ് കിട്ടാത്ത പോലെ തോന്നും. അപ്പൊ അത് ശരിക്കും പിടിച്ചെഴുതാൻ അറിഞ്ഞില്ലെങ്കിലും എഴുതാനുള്ള പ്രശ്നം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്റെ മോള് 2.5 വയസ്സായിട്ടുള്ളൂ, നിങ്ങൾ കണ്ടതാ. ഓള് കുത്തി വരയ്ക്കും, നന്നായി പെന്ന് പിടിക്കും. പെന്നും പെൻസിലൊക്കെ നന്നായിട്ട് പിടിച്ചെഴുതാൻ അറിയാം. ഇങ്ങനെ പിടിക്കും, നമ്മൾ പിടിക്കുന്ന പോലെ പിടിക്കും. അതുകൊണ്ട് ഫുള്ള് കുത്തി വരയാന്നുള്ളൂ, എഴുതാനൊന്നും അറിയില്ല. 2.5 വയസ്സല്ലായാലും ഇങ്ങനെ കുത്തി വരയാ.
പക്ഷെ ചില കുട്ടികൾക്ക് അത് ശരിക്കും പിടിക്കാൻ പോലും അറിയില്ല അല്ലെ? അതാണ് പറയുന്നത്. കുത്തി വരച്ച് അവരുടെ കൈ കോർഡിനേഷൻ അല്ല ഹാൻഡ് കോർഡിനേഷൻ നന്നാവും അത്. അപ്പൊ ഫുള്ള് പിള്ളേർക്ക് നല്ലതായിരിക്കും പഠിക്കാൻ വരുമ്പോഴത്തേക്ക്. കുത്തി വരച്ചാൽ ഇപ്പൊ എന്താ സംഭവം എന്ന് അറിയാം, ഞാനും എന്റെ മോനും ഞാൻ രാത്രി ഡൈനിങ് ടേബിളിന്റെ ഒരു സ്ഥലത്തിരിക്കും, മോൻ ഇപ്പുറത്തിരിക്കും. അപ്പൊ ഓൾ എന്ത് ചെയ്യും, അപ്പുറത്തെ ചെയറിൽ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ പഠിക്കുന്ന പോലെ ഓക്ക് പുസ്തകം വേണം, പെന്ന് വേണം, പെൻസിൽ വേണം, തല്ലാണ് അവിടെ. അവിടെ എന്ത് ചെയ്യും, പുസ്തകത്തിൽ ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് എഴുതിയിരുന്നു, പേപ്പർ നോക്കാനുണ്ടായിരുന്നു. അപ്പൊ പേപ്പറൊക്കെ നോക്കി ഞാൻ പുസ്തകത്തിൽ എഴുതുന്ന സമയത്ത് ഓക്കും വേണം പേപ്പറും പെന്നും പെൻസിലും വേണം. ഇതിങ്ങനെ കുത്തി വരാം. അപ്പൊ ഒരു പേപ്പർ ഞാൻ കൊടുത്തു, ആ പേപ്പറിൽ മുഴുവൻ അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി വരയ്ക്ക് എഴുതുന്ന പോലെ നമ്മൾ എഴുതൂലേ ഓരോ ലൈൻ. അപ്പൊ അതേ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ കുത്തി വരച്ചിട്ട് അമ്മ പേപ്പർ കഴിഞ്ഞു എന്താന്ന് പറയും. പിള്ളേർക്ക് ഇപ്പൊ ഒരു സാധനം ഉണ്ട്, ഇറങ്ങിയിട്ടുണ്ട്, ഒരു ക്യാപ്പ് പോലെ ഒരു സാധനം. അതിനകത്ത് ഇങ്ങനെ നമ്മൾ പിടിച്ച് എഴുതാൻ നന്നായിട്ട് നല്ല സുഖ സാധനം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് അപ്പൊ അതിനകത്ത് ക്യാപ്പ് പോലെയാണ്. ഈ വിരൽ അതിന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കും, 2 വിരലും. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ ആ സാധനം നമ്മുടെ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ കണ്ടതാണ്. ചെറിയ കുട്ടികൾക്ക് റെമഡിയൽ ടീച്ചേഴ്സിന്റെ ഒരു കോഴ്സ് ഉണ്ടായി. അപ്പൊ അതിനകത്ത് ഞാൻ കേറിയിട്ടുണ്ടായി, കേറണുണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് പറയണുണ്ട് അവര് റെമഡിയൽ എന്താണ്, റെമഡിയൽ ക്ലാസ്സോ? റെമഡിയൽ അത് നല്ല കോഴ്സാണ് കേട്ടോ. ബേസിക് തൊട്ട് നമുക്ക് ഇപ്പൊ ഈ ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികളില്ലേ, ആ കുട്ടികളെ പഠിപ്പിക്കാന് നമ്മളെ ഇതാക്കണേണ് ഒരു കോഴ്സാണ്. അപ്പൊ അവര് ഇപ്പൊ ഈ മിസ് പറഞ്ഞ സംഭവങ്ങൾ മൊത്തം അവര് നമുക്ക് അത് എങ്ങനെ ചെയ്യണ്ട, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ സംഭവം മൊത്തം പറഞ്ഞു തരുന്നുണ്ട്. റെമഡിയേഷൻ പിള്ളേർക്ക് കൊടുക്കേണ്ട റെമഡിയേഷൻ അങ്ങനെയാണ് കൊടുക്കുക. ഹൈ ഹാൻഡ് കോർഡിനേഷൻ, ഈ പെൻസിൽ പിടിക്കാനും ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ആ സാധനം ക്യാപ്പ് പോലൊരു സാധനം, നമ്മുടെ ഫിംഗർ ഇതില്ലേ അതുപോലെ ഒരു സാധനം, ആ സാധനത്തിലിട്ട് പേനയും കൊടുത്തു കഴിഞ്ഞാൽ ആ പേനയിലേക്ക് നമ്മൾ കയറ്റി വെക്കുന്ന സാധനം. അപ്പൊ വിരൽ അവിടെ നമ്മുടെ ഇരുന്നോളൂ, എഴുതാൻ പറ്റും. പഠിപ്പിച്ചോ. നമ്മൾ വിചാരിക്കും പെന്ന് പിടിക്കാൻ പെൻസിൽ പിടിക്കാൻ സിമ്പിൾ ആയത്, നിങ്ങൾ പിടിച്ചിട്ട് എഴുതിയാൽ പോലെ. പക്ഷെ ചില കുട്ടികൾക്ക് പിടിക്കാൻ അറിയില്ല അല്ലെ? ഇപ്പൊ എന്റെ മോൻ പിടിക്കുന്നത് വെറൈറ്റിയാണ്. ഞാൻ പിടിച്ചെഴുതുന്ന പോലെ അല്ല എന്റെ മോൻ എഴുതുക. ഞാൻ ചോദിക്കുക എന്താണ് അബി ഇങ്ങനെ പിടിച്ചെഴുതുന്നത്, ശരിക്കും എഴുതി നോക്കിയാ ഓൻ ഇങ്ങനെയാ പിടിക്കതാ, ഇങ്ങനെ എഴുതിയിട്ട്. പക്ഷെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ പിടിക്കുകയാണെങ്കിൽ മോശം ഹാൻഡ് റൈറ്റിംഗ് ആവില്ലേ, ഓൻ്റെത് ഒരു കുഴപ്പമില്ല. ഇംഗ്ലീഷും മലയാളമൊക്കെ സൂപ്പറാണ്, നന്നായിട്ട് എഴുതും. ഓന് പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലെ CBSE സ്കൂളിൽ പഠിച്ചതിനെ കൊണ്ട് ഫുള്ള് കേഴ്സീവ് ലെറ്റർ ആയിരുന്നു. ഇപ്പൊ ഞാൻ മലയാളം മീഡിയത്തിലേക്ക് കഴിഞ്ഞ വർഷമാണ് മലയാളം ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കഴിഞ്ഞ വർഷം മാറ്റി ചേർത്തി. 5ാം ക്ലാസ് വരെ CBSE പഠിച്ച. അപ്പൊ അവിടെ അത് പഠിച്ചതിനെ കൊണ്ട് ഫുൾ കേഴ്സീവ് ആണ്. ഈ കേഴ്സീവ് ലെറ്ററും കൊണ്ടിട്ട് അവിടേക്കാണ് ചെന്നപ്പോ ആർക്കും ടീച്ചേഴ്സിന് വരെ അത് മനസ്സിലാവുന്നില്ല. ടീച്ചർമാർ ചോദിക്കും ഇത് എങ്ങനെയാ മിസ് ചിലത് അക്ഷരങ്ങൾ വായിക്കാൻ വെച്ചാൽ അവിടെ ഫുള്ള് കേഴ്സീവ് ഒന്നുമില്ല, സാധാരണയാണ്. കുട്ടികൾക്ക് നോട്ട്സ് കുട്ടികൾ എഴുതാനൊക്കെ എന്റെ മേടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇവരെല്ലാരും ഇങ്ങനെ പറഞ്ഞ് ഇവരെ ദേഷ്യം പിടിച്ചിട്ട് അവസാനം ഇവരെ എന്ത് ചെയ്തു, സ്വയം ഹാൻഡ് റൈറ്റിംഗ് ആണ് മാറ്റി. സ്വയം ഹാൻഡ് റൈറ്റിംഗ് മാറ്റി ഇപ്പം എന്ത് ചെയ്തു, കേഴ്സീവ് അല്ലാത്ത രീതിയിൽ എഴുതാൻ തുടങ്ങി. എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിക്കും ഇവനെ ഇങ്ങനെ ഈ പെണ്ണ് ഇങ്ങനെ പിടിക്കുന്നതിനെ കുത്തനെയാ പിടിക്കുക, എങ്ങനെയാ പിടിക്കുക. ഞാനൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ചരിച്ചിട്ടല്ലേ ഇവനെ പിടിക്കുക. പക്ഷെ അവൻ പിടിക്കുന്ന ഒരു സ്റ്റൈൽ ഇങ്ങനെയാ പെണ്ണ് പോവുക, അങ്ങനെ. അപ്പൊ നമുക്ക് പേടിയോ ഈശ്വര അതിപ്പോ എന്താ ഹാൻഡ് റൈറ്റിംഗ് മോശമാവില്ലേ, ഞാനും ഇങ്ങനെ ചോദിക്കും. പക്ഷെ ഓന്റെ ഹാൻഡ് റൈറ്റിങ്ങിന് ഒരു പ്രോബ്ലം ഇല്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഒരു പെണ്ണ് പിടിക്കാന്ന് പറയുന്നത് പെൻസിൽ പിടിക്കാനുള്ള സിമ്പിൾ ആണെന്ന്. പക്ഷെ അത് സിമ്പിൾ അല്ല. കുട്ടികൾക്ക് അത് പിടിക്കാൻ അറിയാന്ന് പറയുന്നത് തന്നെ ഒരു കഴിവാണ് അല്ലെ? അത് ശരിക്കും പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ അത് കുത്തി വരച്ച് റെഡി ആവാനുള്ളതാണ്. അപ്പൊ അതാണ് പറയുന്നത്, പേന, പെൻസിൽ, പുസ്തകം എന്നീ ലേഖനോപകരണങ്ങൾ ശരിയായ രീതിയിൽ പിടിച്ചെഴുതുന്നതിനുള്ള നൈപുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്കില്ലാണ്. അത് പിടിച്ചെഴുതാനുള്ള സ്കില്ലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാന് കോള് കുത്തി വരയ്ക്കുന്നു പറഞ്ഞില്ലേ, ഓള് കുത്തി വരച്ച കണ്ടോളിട്ട് ഇതാന്ന് പറഞ്ഞ് കൊണ്ടുതരുന്നുണ്ടോ നിങ്ങള്? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ നിങ്ങളോട് കുത്തി വരയ്ക്കുന്നത്, അതാ പേപ്പറിൽ കുത്തി വരച്ചുണ്ടോ? അടിപൊളി ചേച്ചി, അടിപൊളി. ഞാൻ നിങ്ങളോട് പറയുന്ന ഒക്കെ ഓൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നിട്ട് ആ പേപ്പർ പോയി എടുത്തുകൊണ്ട് ഇതാന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഫുള്ളിന്റെ വയലൊക്കെയാണ് ഓളെ ശ്രദ്ധ. അപ്പൊ ഓക്കെ, അടുത്തത് നോക്കാം. വടിവത്ത അക്ഷരത്തിൽ എഴുതുവാനുള്ള കഴിവുണ്ടാക്കുക, ഹാൻഡ് റൈറ്റിംഗ് അല്ലെ? കൈയക്ഷരം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ നോട്ട് ചെക്ക് ചെയ്യുമ്പോഴും മനുഷ്യന്മാർ ഇടങ്ങറാവും. എന്നുവെച്ചാൽ വായിക്കാൻ കിട്ടൂല.
ചില പേപ്പർ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ വായിക്കാൻ. എന്നിട്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, തീരെ പറ്റാത്ത പരീക്ഷ പേപ്പറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീരെ വായിക്കാൻ പറ്റാത്ത പേപ്പർ ഞാൻ അവിടെ ഇടും, ബാക്കിയുള്ളതൊക്കെ നോക്കി കഴിയും. എന്നിട്ട് ഞാൻ ആ കുട്ടീനെ വിളിച്ചിട്ട് കുട്ടീനെ കൊണ്ട് വായിപ്പിക്കും ഞാൻ. നമ്മളല്ലാതെ കുട്ടി ശരിക്കും എഴുതിനോ നമ്മളെ എങ്ങനെ തിരിച്ചറിയും, നമുക്ക് വായിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് മോശമായിട്ട്. പക്ഷെ എന്റെ മോന്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയാ, നമുക്ക് വായിക്കാൻ റിസീവാ, പക്ഷെ ഇങ്ങനെ സ്പീഡ് ഡോക്ടേഴ്സിന്റെ എഴുത്തില്ലേ അതുപോലത്തെ എഴുത്ത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഇപ്പൊ എന്റെ മോനെ ഞാൻ പറഞ്ഞില്ല ആദ്യം കർസീവ് എന്ന് എഴുതിയെന്ന്. ഓന്നിട്ട് എന്നോട് പരീക്ഷ ആകുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയുമ്പോൾ ഞാൻ എന്തൊക്കെയോ വായിക്കും. നമുക്ക് വായിക്കാൻ അറിയാഞ്ഞിട്ടില്ല, ഓന് കർസീവ്ക്ക് മനസ്സിലാവണ്ടേ. പണ്ട് നമ്മളൊക്കെ ഞാനൊന്ന് കർസീവ് എഴുതിയിട്ടല്ലേ മുന്നോട്ട് പോയത്. ഞാനൊക്കെ സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചതാ. അപ്പൊ അവിടെ നമുക്ക് കർസീവ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇവൻ ഈ കർസീവ് എഴുതി എനിക്ക് വായിക്കാനല്ല. ഞാൻ എന്നിട്ട് ഓനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അമ്മ അതല്ല അമ്മ അത് ഇങ്ങനെയാണ്, അത് ഈ അക്ഷരാണ്, അത് ഈ അക്ഷരാണെന്ന് പറയും. നമുക്കിത് കർസീവ് വായിക്കാൻ അറിയാഞ്ഞിട്ടില്ല, പക്ഷെ ഓന് എഴുതുന്ന നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഓന് ഹാൻഡ് റൈറ്റിംഗ് മാറ്റിയപ്പോ എനിക്ക് കുഴപ്പമില്ല അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് വടിവത്ത അക്ഷരം. അക്ഷരങ്ങള് ചില കുട്ടികളുടെ എഴുത്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ. ഇപ്പൊ 10th പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് എന്ന് അച്ചടിച്ച് വെച്ചതുപോലെ ഉണ്ടാവും. ഇംഗ്ലീഷും മലയാളമൊക്കെ എന്തൊരു ഭംഗിയായിട്ട് എഴുതുക. നമ്മൾ അച്ചടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലെ, അതുപോലെ സൂപ്പർബായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികളുണ്ട് നമ്മളെക്കാൾ. എന്റേതൊന്നും ഒന്നുമല്ല, എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ശരിക്കും ഈശ്വരൻ എന്റേതൊക്കെ എന്താന്ന് വിചാരിക്കും ഞാൻ. ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ചില കുട്ടികൾ തന്നെയാ. ഇപ്പൊ നമുക്കൊക്കെ അല്ലേ, എനിക്കൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെയെന്ന് അറിയാം, ഫസ്റ്റ് ഒക്കെ നന്നായിട്ട് എഴുതും. ലാസ്റ്റിക്ക് സമയം ഉണ്ടാവില്ല, അപ്പണ്ട് ഒരു പോക്ക് അങ്ങോട്ട് പോവാന്. പിന്നെ ഹാൻഡ് റൈറ്റിംഗും ഇല്ല ഒന്നുമില്ല, എന്തൊക്കെയോ കാട്ടിവെക്കും. അപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാവില്ലേ. പക്ഷേ ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് കാണാൻ ഞാൻ എന്നിട്ടിപ്പോ കഴിഞ്ഞ മിഡ് ടേമിന്റെ എക്സാമിന് പേപ്പർ നോക്കിയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് എന്നാണ് ആ കുട്ടീന്റെ പേര്. ഞാൻ പറഞ്ഞു സൂപ്പറാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒരേ ലെവലിൽ എഴുതുന്ന ഒരു കുട്ടി നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവളോട്. എന്നുവെച്ചാൽ നമുക്ക് വായിക്കാനായിട്ട് എന്തൊരു എളുപ്പമാണെന്ന് അറിയാം, എന്ത് ഭംഗിയാണ് കാണാൻ, ഭയങ്കര നീറ്റ്നെസ്സും ആയിരിക്കും എഴുതിയ കാണാൻ. അങ്ങനെ എഴുതാനും ഒരു കഴിവ് തന്നെ വേണം അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് വടിവത്ത അക്ഷരത്തിൽ എഴുതാനുള്ള കഴിവ്. പിന്നെ ലളിതമായ പദങ്ങളും വാക്യങ്ങളും പകർത്തി എഴുതുന്നതിനും കേട്ടെഴുതുന്നതിനും നൈപുണ്യം ഉണ്ടാവുക. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ടുള്ള ചില വേർഡ്സ് നമ്മൾ പറയുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാ, അതെന്ത് ചെയ്യുക, ലളിതമായ പദങ്ങളും വാക്യങ്ങളും പകർത്തി എഴുതുക. നമ്മളിങ്ങനെ വാക്യങ്ങൾ അല്ലെങ്കിൽ സെന്റൻസുകൾ അല്ലെങ്കിൽ പദങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് കേട്ടിട്ട് എഴുതുക അല്ലെ. അത് കേട്ട് എഴുതാനും അത് നോക്കി എഴുതാനും പകർത്തി എഴുതാനും. പകർത്തി എഴുതുക എന്ന് പറഞ്ഞാൽ നോക്കി എഴുതുക അല്ലെ, കേട്ട് എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കേട്ട് എഴുതുന്നതിനുമുള്ള സ്കില്ല് എന്ത് ചെയ്യുക, രൂപപ്പെടുത്തി എടുക്കുക. പിന്നെ ശരിയായി ഇരുന്ന് എഴുതാൻ പരിശീലിക്കുക അല്ലെ, അതും ഒരു കഴിവ് തന്നെയാണ്. ഇരുന്ന് എഴുതുക. ചില കുട്ടികൾ നിന്നും അല്ലെ ഇങ്ങനെ കിടന്നൊക്കെ എഴുതും. ഡെസ്കമ്മിൽ ഇങ്ങനെ കിടന്നിട്ടൊക്കെയാ ചിലരുടെ എഴുത്ത്. എനിക്ക് കാണുമ്പോൾ ദേഷ്യം പിടിക്കും, ഞാൻ ഷൗട്ട് ചെയ്യും ക്ലാസ്സിൽ. എനിക്കിഷ്ടമല്ല ക്ലാസ്സിൽ കിടക്കുന്ന, എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നല്ല ഷൗട്ട് ചെയ്യും, ശരിക്കും ഇരുന്ന് എഴുതണമെന്ന് പറയും. അപ്പൊ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് എഴുതുന്ന ഒരു ഇത് വേറെ തന്നെയാ, വേറെ ഒരു സ്റ്റൈലിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് നമ്മൾ എഴുതും. അല്ലാതെ കിടന്നും അല്ലെ ഇങ്ങനെ ചാഞ്ഞു കിടന്നിട്ടൊന്നല്ല എഴുതുക. അപ്പൊ എന്താണ്, ശരിയായി ഇരുന്ന് എഴുതാൻ പരിശീലിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സ്കില്ല് തന്നെയാണ്. പിന്നെ പരിചയവും ലളിതവുമായ വിഷയങ്ങളെ ആസ്പദമാക്കി ഏതാനും വാക്യങ്ങൾ എഴുതാനുള്ള കഴിവ്. ഇപ്പൊ നമ്മള് ഡിക്റ്റേഷൻ എടുക്കില്ലേ, ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഡിക്റ്റേഷൻ വേർഡ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഇത് നിങ്ങൾ നാളത്തേക്ക് പഠിച്ചു വരണം, ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട വേർഡ്സ് ഞാൻ എന്ത് ചെയ്യും ചോദിക്കും അല്ലെങ്കിൽ എഴുതിപ്പിക്കും എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ പരിചയവും ലളിതവുമായ വിഷയങ്ങളെ ആസ്പദമാക്കി അവർക്ക് അറിയുന്ന വിഷയങ്ങൾ, അവർക്ക് നിത്യേന അവരുപയോഗിക്കുന്ന വിഷയങ്ങൾ, അവർ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, അവർ കേൾക്കുന്ന ആശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യണം, ഏതാനും വാക്യങ്ങൾ എഴുതാനുള്ള കഴിവ് അല്ലെ. അപ്പൊ അവര് നിത്യേന കാണുന്ന, അപ്പൊ ഒരു മഴയാണ് അല്ലെ, മഴ അല്ലെ, മഴ നിങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചത്, മഴ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ മഴ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അല്ലെങ്കിൽ മഴ നിങ്ങൾ ഉണ്ടാക്കിയ മാറ്റം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മഴയനുഭവം പറയൂ അല്ലെ, മഴയനുഭവം എഴുതൂ എന്നൊക്കെ നമ്മൾ അവരോട് പറയുകയാണെന്ന് വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, ചെറിയ ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രകൃതിയിലുള്ള ഒരു അനുഭവമാണ് അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഒരു പ്രതിഭാസമാണ് മഴ അല്ലെ. എനിക്ക് മഴയത്ത് കളിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ മഴയത്ത് എന്ത് ചെയ്യും, മുറ്റത്ത് ഇറങ്ങി ചാടി ചളിയിലും ഒക്കെ കളിക്കും അല്ലെ. ഞാൻ മഴയത്ത് തോണി ഉണ്ടാക്കി കളിക്കും അല്ലെ. നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സിമ്പിൾ, അതെന്താ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതാം. പക്ഷെ കുട്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന LKG 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമല്ലേ അല്ലെ. അപ്പൊ അവർക്ക് അറിയുന്ന ലളിതമായ ഭാഷയിൽ
അല്ലെ ലളിതമായ വിഷയങ്ങളെ ഉപയോഗിച്ച് വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ചെറിയ ചെറിയ സെന്റൻസുകൾ അവർക്ക് എഴുതാൻ അറിയുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ആ കഴിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, ആ സ്കില്ല്. അല്ലെ ലളിതമായ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് അവരെന്ത് ചെയ്യണം, സെന്റൻസുകൾ രൂപീകരിക്കാനുള്ള കഴിവ്. അല്ലെ ഇപ്പൊ പൂക്കളെ കുറിച്ച് അവരോട് എഴുതാൻ പറയാണ്. അല്ലെ വളരെ മനോഹരമായ, എന്റെ വീട്ടിൽ വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്, അതിന് നിറയെ പൂക്കളുണ്ട്, ഞാൻ എന്നും ചെടികൾക്ക് വെള്ളം ഒഴിക്കാറുണ്ട്, അല്ലെ ചെടികളെ പരിപാലിക്കാറുണ്ട്. അല്ലെ എഴുതാൻ പറ്റിയ വലിയ കാര്യമല്ലേ? ഒരു കുഞ്ഞു 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 സെന്റൻസുകളാ, സിമ്പിൾ സെന്റൻസ് ആണ്, സിമ്പിൾ ആശയാണ്. അല്ലെ കുട്ടികളെ സംബന്ധിച്ച് അത് വലുതാണ്, നമ്മളെ സംബന്ധിച്ചാണ് അത് സിമ്പിള്. അല്ലെ അങ്ങനെ എഴുതാൻ പറ്റിയാൽ അവിടെ കുട്ടി വിജയിച്ചു, നമ്മളും വിജയിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് എഴുതാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, അല്ലെ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെ ലാംഗ്വേജ് സ്കിൽസ് ആണ്. അല്ലെ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഇത് നാലെണ്ണം എന്താണ്, പരസ്പരം കണക്റ്റഡ് ആണ്. അല്ലെ ഇത് നാലും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെ ഇതിന്റെ ബേസിക് നോളജസ് ആണ് കുട്ടി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ചെറിയ കുട്ടികളിൽ ഉണ്ടാവേണ്ടത്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുവോ? വലിയ ആൾക്കാരായ നമ്മൾ ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങള്. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റാ. നമ്മൾ വായിക്കുന്ന പോലെ, നമ്മൾ എഴുതുന്ന പോലെ ഒരു എഴുതുവോ? നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഒരു ശ്രദ്ധിക്കുകയോ? അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, അസ്ബാൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ പിടിച്ചിരുന്ന് നമുക്ക് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ കുട്ടികളുടെ ശ്രദ്ധ എന്ന് പറയുമ്പോൾ വേറെ പോകും. കുട്ടികളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കൃത്യമായിട്ട് എഴുതൂല, കുട്ടികളോട് വായിക്കാൻ പറഞ്ഞാൽ കുട്ടികൾ കൃത്യമായിട്ട് വായിക്കൂല. അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ട്. അല്ലെ അപ്പൊ ഈ ഒരു ലാംഗ്വേജ് സ്കിൽസ് അല്ലെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ലാംഗ്വേജ് സ്കിൽസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും നിങ്ങളെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ അതിൽ ചേർത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികളോട് നമ്മൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ക്ലാസ് റൂമിനകത്ത് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് അത് പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം. ക്ലാസ് റൂമിൽ ചെന്ന് നിങ്ങളൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക, ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന്. ഞാൻ ജസ്റ്റ് ഇത് വായിച്ചു പോവല്ല ചെയ്യണത്, അതിന്റെ ഇടയിൽ ഉദാഹരണം വെച്ച് പറയുന്നുണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം. നല്ല ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് വായിച്ചു പോവാൻ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് വായിച്ചാൽ മതി. പക്ഷെ അതല്ല, നമ്മളിത് വായിച്ചു പോവല്ല, നമ്മൾ നമ്മുടെ അനുഭവം വെച്ച് ഇങ്ങനെ പറയാണ്. അപ്പൊ അനുഭവം വെച്ച് പറയുന്നത് എന്തിനാ? നിങ്ങൾ ടീച്ചർ ആവാൻ പോകുന്നവരാ, ഭാവിയിൽ ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നവരാണ്. അല്ലാതെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. വെറുതെ മനസ്സ് തോന്നിയാൽ പോരല്ലോ. അല്ലെ നിങ്ങളുടെ എന്താ പറയാ, വെറുതെ കുറെ പൈസ ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്കൊരു പ്രൊഫഷൻ, അല്ലെ നമുക്കൊരു പ്രൊഫഷൻ ഉണ്ടാവണം, നമുക്കൊരു ജോലി ഉണ്ടാവണം. അത് എത്ര സാലറി കിട്ടിയാലും അത് സാലറിയുടെ കാര്യം മാത്രമല്ല. അല്ലെ ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോ, അല്ലെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാല്യൂ, ഒരു വില, സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വില, അത് ഏത് ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർ ആയാലും ടീച്ചർ തന്നെയാണ്. അല്ലെ ടീച്ചർ, അധ്യാപിക എന്ന് പറയുന്ന അധ്യാപിക തന്നെയല്ലേ. അപ്പൊ അതിന്റെ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നത്. അല്ലെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ഒരു ജോലിയാണിത്. ഗവൺമെന്റിൽ ഫീൽഡിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും ലിസ്റ്റിലുണ്ട്, ഇപ്പോഴും പഠിക്കുന്നുണ്ട് PSCക്ക്. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഒരു സ്വപ്നം ഞാൻ എന്ത് ചെയ്ത് പൂർണ്ണമായിട്ട് സാക്ഷാത്കരിച്ചില്ലെങ്കിലും ഗവൺമെന്റിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഞാനത് ഒരു 75% ഞാൻ എന്ത് ചെയ്തു, അത് നേടിയെടുത്തു എന്ന് പറയാം. ഞാൻ വെച്ചാൽ എന്നെ ഒരു 8ാം ക്ലാസ് തെറ്റുണ്ട്, കേട്ടുണ്ട്, സെറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. PG B.Ed ആണ്, കേട്ടറ്റ് സെറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്നെ 8 മുതൽ 10 വരെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ട്, കൃഷ്ണവേണി ടീച്ചർ. മറക്കാൻ പറ്റില്ല ആ ടീച്ചറെ. കൃഷ്ണവേണി ടീച്ചർ എന്നാണ് ആ ടീച്ചറുടെ പേര്. എന്റെ ക്ലാസ് ടീച്ചർ ആയിരുന്നു 3 വർഷവും. ആ ടീച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും, എല്ലാ കുട്ടികളും, പഠിക്കുന്ന കുട്ടികളെന്നോ പഠിക്കാത്ത കുട്ടികളെന്നുള്ള വേർതിരിവില്ല. അല്ലെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, ഇംഗ്ലീഷിന്റെ ടീച്ചറായിരുന്നു. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, അല്ലെ അറിയാത്ത കുട്ടികൾക്ക് പോലും എങ്ങനെയെങ്കിലും മാർക്ക് മേടിച്ചു കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുക, കൂടുതൽ സമയമെടുത്ത് അല്ലെ റെമഡിയൽ ടീച്ചിങ് ഒക്കെ കൊടുക്കാനും നേരത്തെ വന്ന് പഠിപ്പിക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്ന, എല്ലാ കുട്ടികളെയും ഒരേ കണ്ണിൽ കാണാൻ പറ്റിയിരുന്ന നല്ല പെരുമാറ്റ രീതിയിലുള്ള ഒരു ടീച്ചറായിരുന്നു ആര്, കൃഷ്ണവേണി ടീച്ചർ. അല്ലെ ആ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരിക ടീച്ചറുടെ രൂപമാണ്. അല്ലെ സാരിയൊക്കെ കൊടുത്ത്, തോന മുടിയൊക്കെ ഉണ്ട്, ആ മുടിയൊക്കെ അങ്ങനെ പകുതിക്കുന്ന ക്ലിപ്പൊക്കെ ഇട്ട്, വലിയൊരു പൊട്ടും തൊട്ട്, ഒരു കമ്മലൊക്കെ ഇട്ട്, ഒരു ചന്ദന കുറിയും തൊട്ട് ഇങ്ങനെ വരും, ഒരു കണ്ണടയും വെച്ച് ഇങ്ങനെ വരുന്ന ആ ടീച്ചറെ.
ഇപ്പോഴും എന്റെ മനസ്സിൽ ഇതാണ് എന്റെ കൺസെപ്റ്റിലെ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ടീച്ചറുടെ രൂപവും ആ ടീച്ചറുടെ ആ ഒരു ക്യാരക്ടറും ടീച്ചറുടെ ആ ഒരു ടീച്ചിങ് സ്കില്ലും അല്ലെ, ഇത് മൂന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുക അവരിലേക്ക് എത്തിക്കുന്ന ഒരു കാരണം. അപ്പൊ അന്ന് മുതൽ ഞാൻ ടീച്ചർ ഓ പറഞ്ഞോ. സോഷ്യൽ സയൻസ്. അതെ അതെ. അപ്പോ അന്ന് മുതൽ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ് എന്ത്, ടീച്ചർ ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, എനിക്ക് ഞാൻ +2 പോകുന്നു, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്നു, എനിക്ക് അവിടെ വേറെ ചിന്തയൊന്നുമില്ല, എനിക്ക് ഏതിന് കോഴ്സിന് പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഒന്നുമില്ല. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവൂലേ, +2 കഴിഞ്ഞ് ഇനിയിപ്പൊ എന്തിനാ ഇപ്പൊ പോവുക, എനിക്കൊന്നും ചെറുപ്പത്തിൽ ആരും പറഞ്ഞു തരാല്ലേനു, പിന്നെ പറഞ്ഞു തരാൻ ഉണ്ടായാൽ തന്നെ എന്റെ മനസ്സിൽ എന്താ, എനിക്ക് വേറെ ഒന്നുമില്ല, എന്റെ മനസ്സിൽ എന്താ ടീച്ചർ, അതിന് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, +2 കഴിയുന്നു, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്നു. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത് പിന്നെ ഡിഗ്രി പിന്നെ +2 പഠിച്ചതും കോഴിക്കോട് തന്നെയാണ്, രാമകൃഷ്ണ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് കോഴിക്കോട് തന്നെ ഡിഗ്രിക്ക് പഠിച്ച്, അത് കഴിഞ്ഞ് എറണാകുളം കോളേജിൽ PG പഠിച്ച്, അങ്ങനെ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മുടെ മനസ്സിലൊരു എയിം ഉണ്ട് ടീച്ചർ എന്നുള്ളത്. അതിനു വേണ്ടി B.Ed കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയില്ല, അപ്പൊ തന്നെ ഞാൻ ജോലിക്ക് കയറി. ഒരു പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂളിൽ ഞാൻ ജോലിക്ക് കയറി. ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഞാൻ B.Ed കഴിഞ്ഞത് 2015-ലാണ്. 2015 B.Ed കഴിയുന്നു. ഞാൻ ആ വർഷം തന്നെ ഞാൻ എന്ത് ചെയ്തു, ജോലിക്ക് കയറി. ഇപ്പൊ 2025 10 വർഷമായി ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്. അതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ്, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ പറ്റൂ. എല്ലാവർക്കും ടീച്ചർ ആവാം, പക്ഷെ നല്ല ക്വാളിറ്റി ഇല്ല, അല്ലെ നല്ല ക്യാരക്ടർ ഉള്ള, അല്ലെ നല്ല സ്കില്ലുള്ള ഒരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോ അങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല, മറ്റുള്ളവർ പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ എന്റെ മാക്സിമം, എന്റെ കഴിവിന്റെ പരമാവധി അല്ലെ, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യാണ്, ഞാൻ എന്റെ മാക്സിമം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, എഫേർട്ട് എടുത്ത് പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നിങ്ങൾക്കായാലും നമ്മുടെ ക്ലാസ്സിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്കറിയില്ല, നമ്മൾ പറഞ്ഞാൽ പോരാ, നമ്മളെ പറ്റി മറ്റുള്ളവർ പറയുമ്പോഴാണ് അത് അവിടെ എന്ത് നല്ലതാവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഈ ഒരു സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളത് പുറമെ നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കണം എന്ന് പഠിപ്പിച്ചു എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓ എന്താടാ, എറണാകുളത്ത് എവിടെ പഠിച്ച? ഞാൻ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, സംസ്കൃത് യൂണിവേഴ്സിറ്റി. ആ അവിടെ PGക്ക് പഠിച്ചു. പിന്നെ കോഴിക്കോട് ഗവൺമെന്റ് ഏതാ ക്ലിയർ ആവുന്നില്ല. ആലുവയാണ് ഞാൻ. ആലുവ എറണാകുളം. ഓക്കെ. അപ്പോ ലാംഗ്വേജ് സ്കിൽസ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള മറ്റൊന്നാണ്. എന്താണ്? വചനത്തിൽ വരുന്ന വൈകല്യങ്ങൾ. എന്താണ് വചനം? എന്താ വചനം? വചനം എന്താ? വചനം പറയുകയല്ലേ, വേർഡ്സ് പറയാ, സ്പീക്ക് ചെയ്യാ, അതന്നെയാണ് വചനം അല്ലെ. വചനത്തിൽ വരുന്ന വൈകല്യങ്ങൾ, വാട്ട് ആർ സം സ്പീക്കിംഗ് ഡിസബിലിറ്റീസ് അല്ലെ. വൈകല്യങ്ങൾ, ഡിസബിലിറ്റീസ് എന്നാണ് വരിക അല്ലെ. വാട്ട് ആർ സം സ്പീക്കിംഗ് ഡിസബിലിറ്റീസ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്പീക്കിംഗ് ഡിസബിലിറ്റീസ്, എന്തൊക്കെയാ? എന്തൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട വരുന്നത് നോക്കിക്കേ. എത്ര പോയിന്റ്സ് ഉണ്ട്? 5 പോയിന്റ്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, തെറ്റായ ഉച്ചാരണം. എന്താ? തെറ്റായ ഉച്ചാരണം. നെക്സ്റ്റ് വൺ, സ്വരഭേദമില്ലായ്മ. നെക്സ്റ്റ് വൺ, ദ്രുതഭാഷണം. നെക്സ്റ്റ് വൺ, പെട്ടെന്നുള്ള നിർത്തല്. ലാസ്റ്റ് വൺ, അവ്യക്തമായ ആശയപ്രകടനം. അങ്ങനെ 5 പോയിന്റ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാട്ട് ആർ സം സ്പീക്കിംഗ് ഡിസബിലിറ്റീസ് എന്നുള്ള ക്വസ്റ്റ്യനിൽ 5 പോയിന്റ്സ് ആണുള്ളത്. ആ 5 പോയിന്റ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? തെറ്റായ ഉച്ചാരണമാണ് അല്ലെ. അപ്പോ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ പല കുട്ടികളും തെറ്റ് വരുത്താറുണ്ട്. ശക്തമായി ഉച്ചരിക്കേണ്ടതും അല്പം വ്യത്യാസത്തോടെ ഉച്ചരിക്കേണ്ടതുമായ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലാണ് ഈ ന്യൂനത കൂടുതലായും ഉണ്ടാവുന്നത്. ശരിയല്ലേ പറഞ്ഞത്? ചില കുട്ടികൾ, ഇപ്പൊ നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മഴ എന്നുള്ളതിന് മയ എന്ന് പറയും അല്ലെ. ഭാരതം, ഭാരതം എന്ന് പറയുമ്പോ അല്ലെ, ഞാൻ ഭാരതീയനാണ്, ഞാനൊരു ഭാരതീയനാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ബാക്കി അവിടെ ഒരു പ്രത്യേക സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഞാനൊരു ഭാരതീയനാണ്. അവിടെ ബ എന്ന് പറയുന്നതും ഭ എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറെന്റ് ഇല്ലേ അല്ലെ. ഭാരതം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ്. അപ്പൊ ആ ഒരു പറയുമ്പോ ആ ഭാരതത്തിന് ഒരു കട്ടി വേണം അല്ലെ, ഒരു സ്ട്രെസ് കൊടുത്ത് പറയണം അല്ലെ. അപ്പൊ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ പല കുട്ടികളും തെറ്റുവരുത്താറുണ്ട് അല്ലെ. പശ എന്നുള്ളതിന് മഷി അല്ലെ. പിന്നെന്താണ്?
എപ്പോഴും കുട്ടികൾ വരുത്തുന്ന ഒരു തെറ്റാണ്. ഇപ്പൊ എന്താ പറയാ, പുഴ ഏ അറിയുന്നത് പുഴ പറയുമ്പോ മയ ഭയം പറയണത് മഴന്നല്ലേ, മഴന്നല്ലേ, മഴ മഴ മയ. മഴ. പിന്നെ വെള്ളത്തിന് വള്ളം എന്നാ പറയാ. ഞാൻ പറയും വെള്ളം കുടിക്കാൻ പറ്റൂല അറിയും. മിസ്സേ വെള്ളം കുടിക്കട്ടോ എന്നോട്. ഞാൻ പറഞ്ഞ വെള്ളം കുടിക്കാൻ പറ്റൂലടാ അറിയാൻ. അപ്പൊ എല്ലാരും കൂടി ചിരിക്കും. വെള്ളത്തിന് വെള്ളം എന്നാ പറയാ. കോഴിക്കോട് മഴയാണ്. നിങ്ങളൊക്കെ മഴയുടെ ആൾക്കാരല്ലേ? മഴ പോയാ നമ്മുടെ മഴ എന്നാ പറയാ. ഞങ്ങളൊക്കെ മഴ പറയാം. ഇവിടെ മലപ്പുറം ഏരിയയിലാണ് മഴ പറയാ. എപ്പോഴും മഴ ഫുൾ മഴക്കാരാണ്. പിന്നെ നിങ്ങൾ മിസ് പറഞ്ഞാലും ഭാരതം, അത് ഞങ്ങളുടെ ഇടുക്കിയിലേക്ക് ഭാ പറയൂല, ഭായ പറയുള്ളൂ. ഭരണി എന്നുള്ള ഭായുടെ ആ പറഞ്ഞിട്ടുണ്ടാ ഭാരതത്തിന് ഭാരതം എന്നാ പറയാ. ഭാരതം അത് ഇടുക്കി ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെയാ പറയണേ. ഫായ അല്ല, ആ ഫാ തന്നെയാണ് എല്ലാത്തിനും പറയുള്ളൂ. അതാണ് പറയാ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എന്താണ് നമ്മൾ ഉച്ചരിക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രൊനൗൺസിയേഷൻ വളരെ കറക്റ്റ് ആയിരിക്കണം അല്ലെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുട്ടികൾ ഉച്ചരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ കുട്ടികൾ പറയുന്നത് ടീച്ചറേ പള്ള പൈക്കിനെന്ന് അറിയും. എന്താ ഈ പള്ള പൈക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ടാക്കണം അവിടെ അറിയും. ഞാന് ചെക്കന്മാര് പറയുന്നതാണ് മിസ്സേ പള്ള വെച്ചിട്ട് വയ്യ, പള്ള പൈക്കണ് അല്ലെ, എന്താ പശുവോ പൈക്കണ്. ചിലപ്പോ വിശക്കുന്ന മിസ്സേന്ന് പറഞ്ഞാ പോരെ. പലതരത്തിലുള്ള അതൊക്കെ എന്താ പ്രാദേശിക ഭാഷയാണ്. അതൊക്കെ ഉച്ചാരണം അല്ലത്. പക്ഷെ എന്നാലും നമുക്ക് കേൾക്കുമ്പോ ദേഷ്യം പിടിക്കും അല്ലെ. പൊയ്ക്കണ് വന്നിക്കണ് പറഞ്ഞീനി എന്നൊക്കെ പറയും കുട്ടികള്. അതൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള ഉച്ചാരണമല്ല. അതൊന്നും ഒരു ഭാഷയല്ല. പക്ഷെ അതെന്താ പ്രാദേശിക ഭാഷയാണ്. ആ പ്രാദേശിക ഭാഷ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ. ഇപ്പൊ ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. എന്റെ ഭാഷ ഞാനിവിടെ മലപ്പുറത്ത് ഞാൻ പഠിപ്പിക്കാം. പിന്നെ എന്നെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്റെ വീട് കോഴിക്കോടാ. ഞാൻ ആ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് പല വേർഡ്സ് അറിയില്ലേനും. ഞാൻ കല്യാണം കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഫസ്റ്റ് സമയത്തൊക്കെ എനിക്ക് ഇവര് പറയുന്നൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. എന്റെ അമ്മായിമ്മ എന്നോട് പറയും മൂച്ചീന്റെ ഹോട്ടില് അറിയാം. എന്താ മൂച്ചീന്ന് എനിക്ക് അറിയില്ലേനും. സത്യം പറഞ്ഞൊക്കെ അറിയില്ല എന്താ മൂച്ചീന്ന്. എന്താ മൂച്ചി? മാവാണ് മൂച്ചി. ഞാൻ ഇവിടെ വന്നേരെയാണ് മൂച്ചി എന്ന് പറയുന്നത് മാവാന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ വീട്ടിലൊക്കെ മാവ് തന്നെയാ പറയാ. കുറെ മാവുണ്ട് ഇനി മുറ്റത്തൊക്കെ. അപ്പൊ പറയാം ആ മാവിന്റെ ഹോട്ടലുണ്ട് സുബിയെ, ആ മാവിന്റെ ഹോട്ടലുണ്ട് സുബിയെ അറിയുന്നോട്. ഏത് മാവിന്റെ ഹോട്ടലുണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ മൂച്ചിന്റെ ഹോട്ടലുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവോ? അറിയില്ല. മൂച്ചി പറഞ്ഞതൊക്കെ അറിയില്ലേ. പല വേർഡ്സും ഉണ്ട്. ഞാൻ പെരയിലാണ് പറയും. പെര. ഞങ്ങളൊന്നും പെര പറയില്ല, വീട് എന്നാ പറയാ. വീട് അല്ലേ. പെരാന്ന് ഞങ്ങൾ പറയില്ല. പെരാന്നല്ല പറയാ, വീട് എന്നാ പറയാ. നല്ല അച്ചടി ഭാഷ പോലത്തെ കോട്ടയം ഭാഷയാണ് മിസ് പറയണത്. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് തരും. എനിക്കത് ഓക്കെയാണ്. ഞാൻ ആ ഭാഷയിലാണ് പഠിച്ചേക്കണത്, നിങ്ങൾ പറയുന്ന ഭാഷയിൽ. പക്ഷെ ഇപ്പൊ നമുക്ക് വേറെ ക്ലാസ്സിൽ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ ഉള്ള ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അവര് പറയണ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ പെര, പീടിക അങ്ങനെയൊക്കെ ആയിരിക്കും പറയണത്. നമ്മൾ പറയണ കട അല്ലെങ്കിൽ വീടിന്, പെരക്കാണെങ്കിൽ വീട്. കുട്ടികളെ പറയും പിന്നെ ഇവരെന്നാ പറയണേ, പിള്ളേരെ പറയുന്ന പുള്ളങ്ങൾ എന്ന് പറയും. പുള്ളകള് അല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട് ആരൊക്കെ പറയണത് പുള്ളകൾക്ക് മനസ്സിലായില്ല എന്ന് പറയും. പുള്ളകൾക്ക് മനസ്സിലായോ ഉപയോഗിക്കും അങ്ങനെ. ഒരു കോട്ടയം സ്ലാങ്, മലപ്പുറം സ്ലാങ് എന്നൊക്കെ പറയാം. അതൊക്കെ ഓക്കെ, അത് പ്രാദേശിക ഭാഷയെന്നറിയാം. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നതിന് തെറ്റ് വരുത്താന്ന് പറയുമ്പോൾ അത് നമുക്ക് പറ്റില്ലല്ലോ അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ അത് മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ അത് ശ്രദ്ധിക്കുക. അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ പല കുട്ടികളും തെറ്റ് വരുത്താറുണ്ട്. ശക്തമായി ഉച്ചരിക്കണം അല്ലെ. ശക്തമായി ഉച്ചരിക്കേണ്ട മക്കൾ. മേഘം അല്ലെ, അത് ശക്തമായിട്ട് ഉച്ചരിക്കണതാ. മേഘം, ഭാരതം എന്നൊക്കെ പറയുമ്പോ അത് മേഘം ഭാരതം അങ്ങനെയും പറയാം. അവിടെ ശക്തമായിട്ടുള്ള ഉച്ചരിക്കേണ്ടത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. പിന്നെ അല്പം വ്യത്യാസത്തോടെ ഉച്ചരിക്കേണ്ടതുമായ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലാണ് ഈ ന്യൂനത കൂടുതലായും ഉണ്ടാവുന്നത്, ഈ ഒരു വ്യത്യാസം ഉണ്ടാവുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് സ്വരഭേദമില്ലായ്മ ആണ്. സ്വരഭേദം, വ്യത്യാസമില്ലാതെ. ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാ. സ്വരങ്ങളുടെ ഉച്ചാരണത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ സംസാരിക്കുക. എന്താ അത്? നാം സംസാരിക്കുമ്പോൾ ഭാരം കൊടുത്ത് ഊന്നി പറയേണ്ടതും കനം വരുത്തേണ്ടതുമായ പല അക്ഷരങ്ങളും പദങ്ങളും ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞ തന്നെ എന്താ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയേണ്ടത്? ഭാരം കൊടുക്കുക, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയാ അല്ലെ. സ്ട്രെസ് ചെയ്ത് പറയേണ്ട പദങ്ങളും അല്ലെ കനം വരുത്തി പറയുന്ന കുറച്ച് കട്ടിയിൽ പറയേണ്ട പദങ്ങളുണ്ട്. മേഘം, അത് കനല്ലേ.
മേഘം, ഭാരതം, അദ്ദേഹം, അല്ലേ? അങ്ങനെയുള്ള പദങ്ങളൊക്കെ, അല്ലേ? നഖം, മുഖം, ഇതൊക്കെ കനം വരുത്തി പറയേണ്ടതാ. അതിൽ നഖം, മുഖം എന്ന് പറയുമ്പോൾ അവിടെ മാറിയില്ലേ? ആ ഘാക്ക് അവിടെ എന്ത് ഡിഫറൻസ് ആണത്? കങ്കാങ്ങ, അല്ലെ? നമ്മുടെ ആ ഒരു കങ്കാങ്ങ എന്നുള്ളതിൽ എന്ത് ഡിഫറൻസ് ആണ്? എല്ലാവരും കാക്കാന്ന് എഴുതി വെച്ചാ പോരെ? എന്തിനാ ഈ 5 എണ്ണം കൊടുത്തത്? അല്ലേ? എല്ലാം കാക്കാന്ന് എഴുതി വെച്ചാ പോരെ? ക, ഘ, ഘ, ഗ, ങ. ഈ 5 തരത്തിലാ. 5 5 ഉച്ചാരണ, അല്ലേ? പ, ഫ, ഭ, ബ, മ. 5 തരത്തിലാ, അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത് കച്ചാടത്തപ്പയില് 5 തരത്തിലാ കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. ആ സ്വരങ്ങളുടെ വ്യത്യാസം അല്ലെ നമ്മളിപ്പോ മനസ്സിലാക്കണം. സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടതും അതേപോലെ തന്നെ കനം വ്യക്തി പറയേണ്ടതൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അവയെല്ലാം ഒരേ രീതിയിൽ പറയുന്നതാണ് സ്വരഭേദമില്ലായ്മ. എല്ലാം ഒരേപോലെ പറയാം, അതാണ് ഈ സ്വരഭേദമില്ലായ്മ എന്ന് പറഞ്ഞത്. എല്ലാം ഒരേപോലെ, അല്ലേ? അതാണ് പറയുന്നത്. ഈ ന്യൂനത കൂടുതലായും ഉണ്ടാവുന്നത് ഇതുകൊണ്ടാണ്, അല്ലെ? കുട്ടികളിലാണ് ഇത് ധാരാളമായി കാണുന്നത്. കുട്ടികൾക്കാണ് ഇത് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയും, അല്ലെ? അപ്പൊ അതാണ് കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം വരിക. കുട്ടികൾ അത് മനസ്സിലാക്കാതെ പഠിക്കുന്നതിനെ കൊണ്ടാണ്, ബേസിക് കിട്ടാത്തതിനെ കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ദ്രുതഭാഷണം. എന്താ ദ്രുതഭാഷണം? പെട്ടെന്ന് പറയാ, സ്പീഡില്, ഹൈ സ്പീഡ്, ഒന്നും മനസ്സിലാവില്ല. ചിലർ പറയുന്നത് അങ്ങനെയാ, നോൺ സ്റ്റോപ്പ് സിനിമ പോലെ, അല്ലെ? ഫാസ്റ്റ് പാസഞ്ചർ പോണ പോലെ അങ്ങോട്ട് പോകും. എന്താ പറയാനുള്ളതെല്ലാം വെള്ളം ഒഴുക്കുന്നത് പോലെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കുന്നതാണ് ഈ ദ്രുതഭാഷണം. ഒറ്റ ശ്വാസത്തിലാണ് പറയാം, പിന്നെ ഒന്നുമില്ല. ചില കുട്ടികൾ പഠിക്കാൻ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആർക്കോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ വായിക്കുന്നത് പോലെ തന്നെ ചില കുട്ടികൾ വായിക്കുന്നിട്ടില്ലേ? ഹൈ സ്പീഡിൽ എന്തൊക്കെയോ ഇങ്ങനെ പോകും. പക്ഷെ എന്താ പറഞ്ഞത് കുട്ടിക്കും അറിയില്ല, കേട്ടവർക്കും അറിയില്ല. അങ്ങനെ പറയുന്നതും ഈ പ്രശ്നത്തിന് കാരണമാണ്. കുട്ടിക്ക് അത് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് കുട്ടി അങ്ങനെ എന്ത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പെട്ടെന്നുള്ള നിർത്തല്. എന്താ പെട്ടെന്നുള്ള നിർത്തല്? എന്ത് ചെയ്യാ, അങ്ങനെ വായിച്ചിങ്ങനെ പോവുകയാണ്. വായിച്ചു പോകുമ്പോൾ നമ്മൾ എവിടെയാ നിർത്തുക? ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്താണ് നമ്മൾ നിർത്തുക, അല്ലെ? അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്തല്ല നിർത്തുക. കുട്ടിക്ക് തോന്നിയ സ്ഥലത്തൊക്കെ കുട്ടി നിർത്തും. എന്തുകൊണ്ടാ? കുട്ടിക്ക് ഒഴുക്കോട് കൂടി വായിക്കാൻ അറിയില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉള്ളിടത്താ നിർത്തുക. അവൻ പാട്ട് പാടുന്നു, അവൻ അവിടേക്ക് പോയി, അവിടെ ഫുൾ സ്റ്റോപ്പ്, അടുത്ത സെന്റൻസ് അതിന്റെ കഴിഞ്ഞിട്ട്, ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ്, അല്ലേ? അതാണ് പറയുന്നത്. അനർഗളതയോടെ സംസാരിക്കുമ്പോൾ, അനർഗളത എന്ന് പറഞ്ഞാൽ ഒഴുക്കോട് കൂടി സംസാരിക്കുമ്പോൾ അനവസരത്തില് എന്താണ് അസ്ഥാനത്ത് പെട്ടെന്ന് നിർത്തുന്നത് ആശയത്തെ വികലമാക്കും. നമ്മൾ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത്, അല്ലെ, കൃത്യമായിട്ടുള്ള സ്ഥലത്തല്ലാതെ, അല്ലെ, ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് ആശയത്തെ വികലമാക്കുന്നു. ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആശയം നമ്മളിലേക്ക് എത്തിക്കൂല. ഒരു കാര്യം, ഒരു ആശയം നമ്മളിലേക്ക് എത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് അത് നിർത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് മനസ്സിലാവുക, അല്ലെ? പരിഹരിക്കേണ്ടതായ ഒരു ഭാഷണ ന്യൂനതയാണ് ഇത് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് അവ്യക്തമായ ആശയപ്രകടനം, അല്ലെ? എന്തിനെ പറ്റിയും കുട്ടികളിൽ ഉണ്ടാകുന്ന ആശയപ്രകടനം അപൂർണവും അവ്യക്തവുമായിരിക്കും. എന്താ പറയുന്നത്? അവ്യക്തമായ ആശയപ്രകടനമുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? എന്തിനെ പറ്റിയും കുട്ടികളിൽ ഉണ്ടാകുന്ന ആശയം, ഏതൊരു കാര്യത്തെ കുറിച്ചും കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാലും അതെങ്ങനെയായിരിക്കും? ആശയപ്രകടനം എന്ന് പറയുന്നത് അപൂർണവും അവ്യക്തവുമായിരിക്കും. അപൂർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമല്ല, അല്ലെ? അതേപോലെ തന്നെ അവ്യക്തം, അത് ക്ലിയർ അല്ല, അവ്യക്തവുമായിരിക്കും. ഒന്നിനെ കുറിച്ചും വ്യക്തവും പൂർണ്ണവുമായ ആശയം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല എന്നതാണ് ഈ ന്യൂനതയ്ക്ക് കാരണം. കുട്ടി ഒന്നിനെ കുറിച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല, പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെ? എങ്ങനെ വായിക്കണമെന്നോ എങ്ങനെ എഴുതണമെന്നോ ഇത് എന്താണ് ആശയമെന്നോ ഇത് എങ്ങനെയാണെന്നോ കുട്ടി എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അവ്യക്തമായിട്ടാണ് ആ കുട്ടി ആ കാര്യത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്, പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കുട്ടി അതിനെ കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കുട്ടിക്ക് ആ ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? നമുക്ക് ടൈം ആയി എൻ്റെ ഒക്കെ. ഓക്കെ, 5 മിനിറ്റ് കൂടെ 8:35 ആവുമ്പോൾ നിർത്താം. ഓക്കെ, ഒരു ടോപ്പിക്കും കൂടെ നമ്മൾ പറഞ്ഞാൽ നിർത്തും കേട്ടോ. 8:35 ആകുമ്പോൾ നമുക്ക് നിർത്താം. നമ്മുടെ ടൈം ആയിക്കോട്ടെ. 8:40 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1 മണിക്കൂർ ആയിക്കോട്ടെ. അവനെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് അവൻ അവിടെ നോക്കിയിരിക്കുക എന്റെ ഫോണും തരാൻ വേണ്ടി. തുടങ്ങുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് ഒക്കെ ആവല്ലോ. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് നിർത്താം കേട്ടോ. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഒന്നും കൂടി നമുക്ക് പറയാം, ഒരു ടോപ്പിക്കും കൂടി. ഭാഷണ ന്യൂനതയ്ക്കുള്ള കാരണങ്ങളാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ? ഭാഷണ ന്യൂനത ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ വചനത്തിൽ വരുന്ന വാട്ട് ആർ സം സ്പീക്കിംഗ് ഡിസബിലിറ്റീസ് ആണ്,
അല്ലെ? ഇനി ഇതിന്റെ കാരണം എന്താണ്? എന്താ കാരണം? റീസൺ അല്ലെ? ഈ സ്പീക്കിംഗ് ഡിസബിലിറ്റീസിന്റെ റീസൺ എന്താന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? എന്തൊക്കെയാണ് റീസൺ? ശാരീരിക കാരണങ്ങളുണ്ട്, ശാരീരിക കാരണങ്ങളും ഉണ്ട്. പിന്നെന്താണ്? സാഹചര്യപരമായ കാരണങ്ങളുണ്ട്. ശാരീരിക കാരണങ്ങളാണ് ശ്രവണത്തിനും ഭാഷണത്തിനും ആവശ്യമായ ഇന്ദ്രിയങ്ങളുടെ വികലനമാണ് ഈ ശാരീരികമായ കാരണങ്ങൾ. ശ്രവണത്തിനും ഭാഷണത്തിനും ആവശ്യമായ ഇന്ദ്രിയങ്ങൾ ഏതാ? ശ്രവിക്കാൻ ആവശ്യമായ ഇന്ദ്രിയ ഏതാ? ശ്രവിക്കാൻ ആവശ്യമായ ചെവി. ചെവി കേൾക്കാൻ ആവശ്യമായ ഇന്ദ്രിയം ചെവി. ഭാഷണത്തിന് ആവശ്യമായ ഇന്ദ്രിയ ഏതാ? ഭാഷണത്തിന് ആവശ്യമായ ഇന്ദ്രിയം നാക്ക്, വായ. സംസാരിക്കണം നമുക്ക് വായ വേണം, ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല അല്ലെ? അപ്പോ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശ്രവണ ശക്തി കുറഞ്ഞിരിക്കുക, കേൾവി ശക്തി കുറയുക എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ന്യൂനരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അല്ലെ? ശരിക്ക് കേൾക്കാത്ത ഒരാൾക്ക് ശരിക്ക് പറയാൻ പറ്റുമോ? ശരിക്ക് കേൾക്കാത്ത ആൾക്ക് ശരിക്ക് പറയാൻ പറ്റൂല അല്ലെ? ക്ലാസ്സിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടി അത് ശ്രദ്ധിച്ചില്ല, കുട്ടി അത് കേട്ടിട്ടില്ല എന്ന് കുട്ടിക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ശ്രവണ ശക്തി കുറഞ്ഞിരിക്കുക. കേട്ടാണല്ലോ ശിശു ആദ്യമായി ഭാഷ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു അമ്മയുടെ ഗർഭപാത്രത്തിൽ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് കുട്ടി കേട്ട് പഠിക്കാൻ അല്ലെ? അവിടുന്ന് അങ്ങോട്ട് കുട്ടി തുടങ്ങിയതാണ്. കേട്ടാണല്ലോ ശിശു ഭാഷ വശമാക്കുന്നത്. കേൾക്കുവാനുള്ള ശ്രവണേന്ദ്രിയത്തിന് വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അവരുടെ ഭാഷണത്തെ ബാധിക്കും, അത് അവരുടെ സംസാരത്തെ എന്ത് ചെയ്യും? ബാധിക്കുക തന്നെ ചെയ്യും. അധ്യാപകർക്ക് അത് നിരന്തര നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിക്ക് കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കാര്യത്തിലൂടെ. കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ഇതിനുള്ള കാരണം. മനസ്സിലാവുന്നുണ്ടോ? താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രവണ വൈകല്യമുള്ളവരിൽ കാണാവുന്നത്. അപ്പൊ ശ്രവണ വൈകല്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ കാരണം ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്ന പറയുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടാവുക? അധ്യാപകർ സംസാരിച്ചിരിക്കുമ്പോൾ ചെവി കൂർപ്പിച്ചിരിക്കുക. ചില കുട്ടികൾ നമ്മൾ ക്ലാസ് ഇങ്ങനെ പറയുമ്പോൾ ചില കുട്ടികൾ കാണാൻ ഇങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചിരിക്കും, ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും. മിസ് എന്താ പറഞ്ഞത് നോക്കും, ഒന്നുകൂടെ പറഞ്ഞേ, ശരിക്കും കേട്ടില്ല എന്ന് പറയും. ചെവി കൂർപ്പിക്കുക, അതാണ് ചെവിനെ അങ്ങനെ കൂർപ്പിക്കുക എന്നുള്ളത് അർത്ഥം. നമ്മൾ ചെവി കൂടുതൽ എന്ത് ചെയ്യുക, അവിടേക്ക് ഇങ്ങനെ വെക്കുന്നത് പോലെ നമുക്ക് തോന്നുക. ചെവി കൂർപ്പിച്ചിരിക്കുക എന്ന് പറയും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കുട്ടി എന്ത് ചെയ്യുക? ചെവി കൂർപ്പിച്ചിരിക്കുക. അടുത്തത്, മറ്റുള്ളവരുടെ ഭാഷണം വ്യക്തമായി കേൾക്കുന്നതിന് തല ഒരു വശത്തേക്ക് ചെരിച്ചു പിടിക്കുക. ചെവി കുറിപ്പിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് ചെവി ഇങ്ങനെ ശ്രദ്ധിച്ച് വെക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഷണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഭാഗത്തേക്ക് ഒരു വശത്തേക്ക് ചെവി ഇങ്ങനെ ചെരിച്ചു വെക്കുക. അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പിന്നെ അധ്യാപകന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുക. ഞാനിപ്പോ ക്ലാസ്സിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ കുട്ടി അതെന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടി അധ്യാപിക പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കേട്ടിട്ടില്ല എന്നർത്ഥം. പിന്നെ അധ്യാപകൻ ഭാഷണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകളുടെ ചലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചുണ്ടുകളിലേക്ക്, വായലേക്ക് ഇങ്ങനെ നോക്കുക. എന്താ? കുട്ടിക്ക് അത് ക്ലിയർ ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അല്ലെ? എന്റെ ചുണ്ടുകളിലേക്ക് ഇങ്ങനെ നോക്കുക അല്ലെ? അപ്പൊ എന്റെ ചുണ്ട് അനങ്ങുന്നത് എങ്ങനെയാണ്, എന്താ ഞാൻ പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എന്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്യുക? കുട്ടി ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പിന്നെ സംഘപ്രവർത്തനങ്ങളിൽ നിന്നും അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ നിന്നും വിട്ടു നിൽക്കുക അല്ലെ? ഗ്രൂപ്പ് ആക്ടിവിറ്റീസും അല്ലെ, കുട്ടികൾ സ്വയം അഭിപ്രായം പ്രകടിപ്പിക്കാനൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് ചെയ്യാൻ? മാറി നിൽക്കുക. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആകുമ്പോൾ എല്ലാവരും പരസ്പരം സഹകരിച്ച് പറയൊക്കെ വേണമല്ലോ. അതേപോലെ തന്നെ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കാനാണെങ്കിൽ കുട്ടിക്ക് പറയാൻ പറ്റണമല്ലോ കൃത്യമായിട്ട്. അപ്പൊ അതിനൊന്നുള്ള കഴിവ് കുട്ടിക്ക് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? കുട്ടി എന്ത് ചെയ്യാ? അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാ? മാറി നിൽക്കുക. ഇതൊക്കെ എന്താണ്? ഇതിനുള്ള ഒരു കാരണമാണ്. ശ്രവണശക്തി കുറഞ്ഞിരിക്കുക അല്ലെ? ശ്രവണ വൈകല്യം ഉള്ളവരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ 5 പോയിന്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അല്ലേ? ക്ലിയർ ആയ? എന്നിട്ടപ്പോ എന്തൊക്കെയാ ഓർമ്മ ഉണ്ടോ വല്ലതും? മിസ്സേ, റൈറ്റിംഗ് സ്കില്ലിന്റെ ബാക്കി റീഡിംഗ് സ്കില്ല്, പ്രോസസ് ഇൻ ലാംഗ്വേജ് ഡിസബിലിറ്റീസ് പഠിച്ചു അല്ലെ? റൈറ്റിംഗ് ഡിസബിലിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? റീസൺസ്. റൈറ്റിംഗ് ഡിസബിലിറ്റീസിന്റെ റീസൺ എന്താന്നുള്ളത് പഠിച്ചു. ഇനി അതിന്റെ ബാക്കിയുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒന്ന് ശ്രവണശക്തി കുറഞ്ഞിരിക്കുക എന്നുള്ളത് ഒരൊറ്റ പോയിന്റേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് പറയാനുണ്ട്. 5 പോയിന്റ് വേറെ, 4 പോയിന്റ് വേറെ ഉണ്ട്.
അത് നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. ക്ലിയർ ആണോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ആ മിസ് മനസ്സിലാവുന്നുണ്ട്. ആ ഓക്കെ. അപ്പൊ ഇനി നാളെ ഓക്കെ, നാളെ ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, തന്നെ നാളെ ചോദിച്ചോട്ടെ, തേഴ്സ്ഡേ അല്ലേ നാളെ മിസ്? ഓ മിസ് അല്ല, നാളെ തേഴ്സ്ഡേ അല്ലേ? തേഴ്സ്ഡേ മിസ്സിന് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നാളെ തേഴ്സ്ഡേ ഉറപ്പായിട്ടില്ലടാ, ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇനി ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചിട്ട് കൺഫേം ആയിട്ട് ഞാൻ നാളെ ചെയ്യുമ്പോഴേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. സാറ്റർഡേ ഉണ്ട്, ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാം. സെൻഡ് ചെയ്യോ? ഞാൻ ചെയ്യാം. ഏതൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ വിട്ടില്ലായിരുന്നു. മിസ് പറഞ്ഞന്ന് ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, എന്നിട്ട് ക്വസ്റ്റ്യൻ എക്സാം ഇടാന്ന് പറഞ്ഞു. എല്ലാം വിട്ടുതരാം കേട്ടോ, ഇതുവരെ ഉള്ളൊക്കെ വിടാം. മിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സെൻഡ് ചെയ്യണേ. ഞാൻ സെൻഡ് ചെയ്ത് തരാം, ഒക്കെ സെൻഡ് ചെയ്ത് തരാം. അതിന്റെ കയ്യിലുണ്ട് സംഭവം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെൻഡ് ചെയ്ത് തരാം കേട്ടോ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, എന്നാ ശരി കേട്ടോ, നാളെ കാണാം. നാളെ ക്ലാസ്. എന്നാ ശരി.